ഹായ് വ്യൂവേഴ്സ്, ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോവുക. കല്യാണത്തിന് ഞാനും ഹസ്ബൻഡ് മാത്രമേ പോകുന്നുള്ളൂ. അങ്കിത്തും അബിയൊക്കെ ഇവിടെ ഇരിക്കുക. മഴയായതുകൊണ്ട് വരുന്നില്ല അവർ. പിന്നെ അതുകൊണ്ട് നമ്മൾ സ്കൂട്ടിക്ക് പോകാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും കൂടെ ബസ്സിന് പോകേണ്ടി വരും. അപ്പോൾ അവർ വരുന്നില്ല. അപ്പം നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം, കല്യാണത്തിൻ്റെ വീഡിയോയൊക്കെ കാണാം. അങ്ങനെ നമ്മൾ രാവിലെ ഒരുങ്ങി. ഹസ്ബൻഡിൻ്റെ കൊച്ചച്ഛൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പം മങ്കിത്തോബിയും വരുന്നില്ല. അമ്പാടി ആയിഷയൊക്കെ കൂടെ ഇരുന്ന് കളിച്ചോളാമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ സ്കൂട്ടിക്കാണ് പോകുന്നത്. രാവിലെ തൊട്ട് ഭയങ്കര മഴയാണ്. അപ്പം റെയിൻകോട്ടൊക്കെ ഇട്ട് നമ്മൾ രണ്ടും കൂടെ പതുക്കെ അങ്ങ് പോയി. കല്യാണം 12 മണിക്കായിരുന്നു. ആ സമയമായപ്പോഴത്തേക്ക് നമ്മളങ്ങ് ചെന്നു. അപ്പോൾ കുറേ നാളായിരുന്നു ഒരു കല്യാണമൊക്കെ കൂടിയിട്ട്. നാസരൊക്കെ ലൈവായിട്ട് കണ്ടൊരു കല്യാണമൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കുറേ നാളായതുകൊണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ ചോറ് കഴിക്കാൻ കയറി. സദ്യയൊക്കെ ഉണ്ട്. അതും സദ്യ ഉണ്ടിട്ടും കുറേ നാളായിരുന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കി നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പം എല്ലാവരും കൂടെയൊക്കെ റിലേറ്റീവ്സിനെയൊക്കെ കണ്ട് സദ്യയൊക്കെ കഴിച്ചപ്പോൾ അതിലും വലിയൊരു സന്തോഷം. പിന്നെ അങ്കിത്തോബിയും വരാത്തതുകൊണ്ട് ഒരു വിഷമം. അവർ കഴിക്കാൻ പറ്റിയില്ലല്ലോ സദ്യയൊന്നും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ കല്യാണം അവിടെ ഒരു ശിവനമ്പലത്തിൽ വെച്ചായിരുന്നു. അപ്പം അത് നല്ലൊരു ആറിൻ്റെ തീരത്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനൊക്കെ. ഇതിനകത്തൊരു ശിവലിംഗം ഒക്കെ ഉള്ളതാണ്. പക്ഷെ അമ്പലത്തിനടുത്ത് നിന്നില്ല, അപ്പുറത്തോട്ടൊരു ഓഡിറ്റോറിയം പോലെ ഉണ്ട്. അവിടെ വെച്ചായിരുന്നു കല്യാണം. മഴയായതുകൊണ്ട് അകത്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അവിടെയൊക്കെ കാണാനൊക്കെ. ഇപ്പം മഴ സമയം കൂടെ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. എല്ലായിടവും അങ്ങ് നല്ല പച്ചപ്പും വെള്ളവും ഒക്കെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് അവിടെയൊക്കെ പോയി
കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടത്. അതിനുശേഷം നമ്മൾ പിന്നെ അവരുടെ കൂടെ നിന്ന് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂടെ നിന്ന് ഒരു ചെറിയ ഫോട്ടോയൊക്കെ പിടിച്ച് ഫോട്ടോ എടുത്ത് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോരുന്നു. അവിടെ പിന്നെ കുറേ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടിട്ടും കുറേ നാളായായിരുന്നു. അപ്പം എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് ഒന്നുകൂടെയൊക്കെ പരിചയം പുതുക്കി ഒക്കെ സന്തോഷത്തോടെ ഇങ്ങ് പോരുന്നു തിരിച്ച്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും വിഷസൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് പിന്നെ കുറേ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറേ കൂടിയിരുന്ന് വർത്തമാനമൊക്കെ പറയുമല്ലോ. അങ്ങനെ നമ്മളും പോയിരുന്ന് അവരുടെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് പെങ്ങന്മാരും വല്യമ്മച്ചിമാരും ഒക്കെ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും ഒക്കെ കാര്യം പറഞ്ഞ് വിശേഷങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ എല്ലാവരെയും കാണുന്നത്. അപ്പം എല്ലാവരോടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കുറേ നേരം ഇരുന്ന് പിന്നെ നമ്മളവിടെ നിന്ന് 2 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് വീട്ടിലോട്ട് പോകാനിറങ്ങി. ഇത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അപ്പം അങ്ങനെ പിന്നെയും കുറേ നേരമൊക്കെ ഇരുന്ന് അവിടെ നിന്ന് ഷോയൊക്കെ കാണിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറേ കഴിഞ്ഞിട്ട് ഇങ്ങ് പോരുന്നു. അങ്ങനെ എല്ലാവരും ഒക്കെ പോയി തുടങ്ങി. ബസ്സൊക്കെ വിട്ടു തുടങ്ങി പോകാനുള്ളവർക്ക്. അങ്ങനെ അവർ വന്ന ബസ്സും പോയി. നമ്മൾ പിന്നെ നമ്മുടെ സ്കൂട്ടിക്കകത്തിങ്ങ് തിരിച്ചു പോരുന്നു. ഞങ്ങളുടെ വണ്ടിയൊന്നും കൊണ്ടുവരാഞ്ഞുകൊണ്ട് പിന്നെ അവരെ കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇത് പിന്നെ എൻ്റെ ഒരു അനിയത്തി തന്ന സ്കൂട്ടിയാണ്. അവളുടെ സ്കൂട്ടിക്കകത്താണ് ഞങ്ങൾ കുറേ ദിവസം ഓടിയത് ഇങ്ങനെ. അപ്പം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ അവിടെ അടുത്തായിരുന്നു കോന്നി ആനക്കൂട്, അങ്ങോട്ട് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ മഴയൊക്കെ ആയതുകൊണ്ട് അവധിയായിരുന്നു. പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോരുന്നു. അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി. ഞങ്ങൾ വീണ്ടും വൈകിട്ട് വിരുന്നുണ്ട്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, ചെറുക്കൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വിരുന്ന് പോവാണ്. ഞങ്ങൾ സ്കൂട്ടറിൽ തന്നെ പോകുന്നത്. അവർ വരുന്നില്ല, അങ്കിത്തും അഭി. അപ്പോൾ ഇനി തിരിച്ച് വരുമ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പം പോയിട്ട് വരാം. പിന്നെ വൈകിട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ വലിയ മഴയൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെന്ന് അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് 6:30 കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവരുടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നിരുന്നു. അങ്ങനെ പിന്നെ നമ്മളവിടെയൊക്കെ എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് കുറേ നേരമൊക്കെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ ഫുഡുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് രാത്രിയിൽ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കാണും വീട്ടിലെത്തിയപ്പോൾ. ആ സമയത്ത് എന്തായാലും വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇപ്പോൾ അന്നേരം തന്നെ അകത്ത് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് കല്യാണ പെണ്ണ്. അതിപ്പം ആന്ധ്രയിൽ മ്യൂസിക് ടീച്ചറാണ്, കർണാട്ടിക് മ്യൂസിക്കിൻ്റെ സ്പെഷ്യലൈസേഷന്. അപ്പം നമ്മൾ പോരുന്നതിന് മുമ്പ് ഒരു ദിവസം വീട്ടിലോട്ട് വരണം എന്നൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങി. ഫുഡ് കഴിക്കാൻ ഞാനും അമ്മയും ഹസ്ബൻഡും എല്ലാവരോടും ഒരുമിച്ചാണ് ഇരുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും വീണ്ടും കാര്യമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഹസ്ബൻഡ് ചേട്ടനൊരു ചെറിയ കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കടയിലൊക്കെ ഒന്ന് കയറിയിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോരുന്നത്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും എന്തായാലും 10 മണി കഴിഞ്ഞിരുന്നു. അങ്കിത്തും അഭിയൊക്കെ അമ്പാടിയുടെ അടുത്തായിരുന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കല്യാണത്തിന് പോയതിൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.